പക്ഷേ ഈ സിനിമയിൽ അശോകന് കിട്ടിയിട്ടുള്ള പല വേഷങ്ങളിലും ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളത് കള്ളം വേഷങ്ങളാണ്. അത് പണ്ട് ഈ പണ്ടെന്നല്ല ഇപ്പോഴും ജോണി ആൻ്റണി പറയും കള്ളനായിട്ട് അഭിനയിക്കാൻ അശോകൻ ചേട്ടൻ ഓക്കെ എന്ന്. ഞാൻ എന്താ അങ്ങനെ ഒരു കള്ള ലക്ഷണം നിൻ്റെ കള്ള ദൃഷ്ടി. ഞാൻ പറഞ്ഞത് എൻ്റെ കുഴപ്പമല്ല, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് മോനെ. ആരെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്? ജോണി ആൻ്റണി പറഞ്ഞാൽ അയാളെ നമ്മൾ വരുത്തിക്കും. നമ്മൾ ഇത്രയും ഒരു കോമിക് ഫേസുള്ള എന്നാൽ ഇവിടെയൊക്കെ ഒരു നന്മ തോന്നുന്ന ഒരു ഇഷ്ടം തോന്നുന്ന ഒരു മുഖം അശോകേട്ടനുണ്ട്. എനിക്ക് അശോകേട്ടനോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഇതുള്ളൂ. അശോകേട്ടൻ മലയാള സിനിമയിൽ എത്ര തവണ കള്ളനായിട്ടുണ്ട്, എത്ര തവണ കള്ളൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? അതാണ് എൻ്റെ ചെറിയ ഒരു ചോദ്യം. അശോകനിലെ കള്ളനെ അടിവരയിടാൻ വേണ്ടിയുള്ള തട്ടിപ്പാട്ടാ ഇത് ജോണിയുടെ. വേറെ വേഷത്തിന് വിളിക്കാതിരിക്കാൻ വേണ്ടിയാ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കാൻ, വീട്ടിലെ കാര്യങ്ങളും സിനിമയെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ജോണിക്ക് പറയും, ചില ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ ജോണി പറയും എന്നാലും കള്ളൻ്റെ വേഷം ചെയ്യാൻ അശോകൻ ചേട്ടൻ. ഞാൻ പിന്നെ അത് എനിക്ക് മനസ്സിലായി, നിൻ്റെ പടത്തിൽ കള്ളൻ്റെ വേഷം ഇല്ലെന്ന് പറയാനായിട്ടല്ലേ, അതിനല്ലേ വിളിക്കൊള്ളുന്നത്. CAD മൂസ ആ ഒരു സിനിമയിലെ രംഗങ്ങൾ ഒരുപക്ഷെ മലയാളിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. സെബി ഉദയൻ്റെ സ്ക്രിപ്റ്റാണത്. കാരണം ഇങ്ങനെ ഒരു സിനിമ എഴുതാൻ വലിയ പാടാണ്. ഒരു കോമഡി വെച്ചിട്ടൊരു ടോം ആൻഡ് ജെറി ടൈപ്പ് ഒരു സബ്ജക്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കാരണം അതിൻ്റെ അകത്തൊരു കഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സിറ്റുവേഷനും ഡയലോഗ് കോമഡീസുമാണ്. അത് കുറേ വാരി നിറച്ച ഒരു സിനിമയാണത്. ശരിക്കും പറഞ്ഞാൽ ജോണി ആൻ്റണിൻ്റെ ഫസ്റ്റ് സിനിമ ഇൻഡിവിജ്വലായിട്ട് ഡയറക്റ്റ് ചെയ്ത് അതിനൊരു 4 പടത്തിൻ്റെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന് ജോണി ആൻ്റണിക്ക് മാത്രമല്ല, തിരക്കഥ CB ഉദയന്മാർക്കും അസോസിയേറ്റും ആർട്ടിസ്റ്റുകളും എല്ലാവരും ശരിക്ക് അധ്വാനിച്ച് ടയേർഡായ ഒരു പടമാണ്. പക്ഷെ ആ ക്ഷീണം അറിഞ്ഞില്ല. കാരണം ആദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും തമാശ പറയാൻ തുടങ്ങും. അങ്ങനെ ഇത് ഡ്രോപ്പ് ആവാതെ ചെയ്തൊരു പടമാണ്.